എല്ലാവർക്കും നമസ്കാരം. മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭീഷ്മർ ജനിക്കാനുണ്ടായ ആ കാരണം കാണിക്കുന്ന ആ കഥ ഒന്ന് കേൾക്കാം. ഭീഷ്മരായിട്ട് ഒരുപാട് കാലം ഭൂമിയിൽ ജീവിക്കാനുണ്ടായ കാരണം അതൊരു ശാപകഥയാണ്. കുരുവംശത്തിൽ പ്രധാനിയായിട്ടൊരു രാജാവായിരുന്നു പ്രദീപൻ എന്നൊരു രാജാവ്. ഞാൻ മുമ്പ് കഴിഞ്ഞ തവണ പറഞ്ഞു, യയാതിയുടെ കഥയിൽ പറഞ്ഞു, യയാതിക്ക് ശർമ്മിഷ്ഠയിലുണ്ടായ ഇളയ മകനാണ് പൂരു. ആ പൂരുവിന് മാത്രമേ രാജാധികാരം കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആ പൂരു വംശത്തിൽ ഒരു വിളക്ക് പോലെ ആയിരുന്നു പ്രകാശിച്ചിരുന്ന ഒരു രാജാവാണ് ഈ പ്രദീപ രാജാവ്. അദ്ദേഹം ചരമഗതി പ്രാപിച്ച ശേഷം രണ്ടാമത്തെ പുത്രനായ ശന്തനു ആണ് സിംഹാസനാരോഹണം ചെയ്തത്. ശന്തനു രാജാവായി. ശാന്തശീലനാണ് ഈ ശന്തനു മഹാരാജാവ്. ഒരു ദിവസം ഈ ഗംഗാതീരത്ത് അങ്ങനെ നിൽക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. എന്താ സൗന്ദര്യം അങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സുന്ദരി. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മോഹമായി അവളെ വിവാഹം കഴിക്കണം എന്ന് മോഹം കണ്ടപ്പോൾ തന്നെ തോന്നി. അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, എൻ്റെ ഭാര്യ ആവണം, എനിക്ക് ഇഷ്ടമാണ്, നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു വ്യവസ്ഥ മുമ്പോട്ട് വെച്ചു. എന്താ അത്? എൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് ഒന്നും പറയരുത്, ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അപ്പോൾ ഞാൻ അങ്ങേ വിട്ട് പിരിഞ്ഞു പോകും. എന്ത് ചെയ്താലും കമാന്ന് മിണ്ടരുത് എന്നർത്ഥം. കണ്ടില്ല എന്ന് നടിച്ചിരുന്നോളൂ. അതായിരുന്നു വ്യവസ്ഥ. അപ്പോൾ രാജാവ് അത് സമ്മതിച്ചു. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും സൗന്ദര്യമാണ് ആ സ്ത്രീക്ക്, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ അദ്ദേഹം അത് സമ്മതിച്ചു. അത്രയ്ക്കും ലയിച്ചു പോയി അവളിൽ. അതാണ് ആ വ്യവസ്ഥ അങ്ങോട്ട് അംഗീകരിച്ചു. വിവാഹവും കഴിഞ്ഞു. ശന്തനുവിന് അങ്ങനെ മക്കളുണ്ടായി. ആദ്യത്തെ കുട്ടി ആൺകുട്ടികളാണ് ഉണ്ടാവുന്നത്. എല്ലാം ആൺകുട്ടികളാണ്. ആദ്യത്തെ ഉണ്ണി ഉണ്ടായപ്പോൾ ഇവൾ വേഗം എന്ത് ചെയ്തു? അതിനെ എടുത്തു കൊണ്ടുവന്ന് ഗംഗയിലേക്ക് എറിഞ്ഞു. അപ്പോൾ പ്രസവിച്ച ഉടനെയുള്ള ആ കുട്ടിയെ എടുത്തു കൊണ്ടുവന്ന് ഗംഗയിലേക്ക് എറിഞ്ഞു. മിണ്ടാൻ പറ്റുമോ? എതിർക്കരുത്, മിണ്ടരുത് എന്നാണ് പറഞ്ഞിരിക്കണേ. മിണ്ടാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ കുട്ടി അങ്ങനെ പോയി. രണ്ടാമതും പ്രസവിച്ചു. അപ്പോൾ വിചാരിച്ചു ഇതിനെ കളയുണ്ടാവില്ല, ഇതിനെ വളർത്താൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിച്ചു. അതിനെയും കൊണ്ടുപോയി ഗംഗയിലെറിഞ്ഞു. അങ്ങനെ 7 കുട്ടികളെ ഈ ഗംഗയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്തിനാ ഇങ്ങനെ ചെയ്യണേ? ഒന്നും ചോദിക്കാനും നിർത്തിയില്ല, മിണ്ടാൻ നിർത്തിയില്ല. 8ാമതും ഗർഭം ധരിച്ചു. നല്ല തേജസ്സുള്ളൊരു കുട്ടിയാണ് ഉണ്ടായത് 8ാമതും. അതിനെ ഗംഗയിലേക്ക് എറിയാൻ പോയപ്പോൾ ശന്തനു ഇനി മിണ്ടാതിരിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് പറ്റില്ല, എന്തിനാണ് ഇങ്ങനെ ഗംഗയിലേക്ക് എറിയുന്നത്? ഇതിനെ ഗംഗയിലേക്ക് എറിയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അവിടുന്ന് എൻ്റെ നിശ്ചയത്തിന് വിപരീതമായി പ്രവർത്തിച്ചു, അതുകൊണ്ട് നമ്മുടെ വ്യവസ്ഥ അനുസരിച്ച് ഞാൻ പോവുകയാണ്. ഈ കുഞ്ഞ് അഷ്ടവസുക്കളിൽ ഒരാളാണ്. ഇവൻ അങ്ങയുടെ കുലത്തിന് ഒരു മണിദീപം പോലെ വളരും എന്ന് പറഞ്ഞു. ഇപ്പം രാജാവിന് വിഷമമായി ഇവൾ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും കാലം എൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ ആരാണെന്നോ എവിടുന്നാ വന്നതെന്നോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതുപോലെ ഈ അഷ്ടവസുക്കളിൽ ഒരുവനാണ് ഇപ്പോൾ എൻ്റെ പുത്രനായി പിറന്നിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ.
അത് എനിക്കൊന്നും മനസ്സിലാവണില്ല, എല്ലാ കഥയും എന്നോടൊന്ന് പറയൂ, എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ കഥ പറയാൻ തുടങ്ങി. ഈ രാജാവിനോട് പറഞ്ഞു, അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ മഹാഭിഷക് എന്നൊരു രാജാവായിരുന്നു. അപ്പോൾ അനേകം അശ്വമേധയാഗങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് അങ്ങേക്ക് സ്വർഗലോകത്ത് പോവാനും താമസിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം കിട്ടി. ഒരുപാട് അശ്വമേധയാഗങ്ങൾ നടത്തിയാൽ സ്വർഗത്തിൽ ഉടലോടെ പോവാനൊക്കെ പറ്റൂത്രേ. അങ്ങനെയാണ് ഈ ഇന്ദ്രന് ആരെങ്കിലും അശ്വമേധവും നടത്തുമ്പോഴേക്കും പേടിയാണ്. 100 അശ്വമേധയാഗം നടത്തിയാൽ അയാൾ ഇന്ദ്രനാവും, ഇന്ദ്രപദവി കിട്ടും എന്നാണ്. 100ാമത്തെ അശ്വമേധം നടത്താൻ ഇന്ദ്രൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് എല്ലാ കഥകളിലും. ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് അശ്വമേധയാഗങ്ങൾ നടത്തിയത് കൊണ്ട് സ്വർഗത്ത് പോയി താമസിച്ചു. എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സ്വർഗലോകത്ത് അങ്ങനെ താമസിക്കുന്ന കാലത്ത് ഒരിക്കൽ ദേവന്മാരുടെയും മുനിമാരുടെയും ഒക്കെ കൂടെ അങ്ങനെ ഇരിക്കണ സമയത്ത് ഈ ബ്രഹ്മസന്നിധിയിലെത്തി. അപ്പോൾ അവിടെ ഒരു അപ്സരകന്യകയുടെ രൂപത്തിൽ ഈ ഞാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജാവിൻ്റെ ഭാര്യ പറയാണ്, അവിടെ ഉണ്ടായിരുന്നു ഞാനും. നിങ്ങൾ എല്ലാവരും ബ്രഹ്മാവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വസ്ത്രങ്ങളൊക്കെ കാറ്റത്തിങ്ങനെ വല്ലാതെ ഇളകി. അപ്പോൾ എൻ്റെ നഗ്നത നിങ്ങൾ ആ കാറ്റിൽ ഇളകി മാറിയിരിക്കുന്ന വസ്ത്രം കണ്ട എൻ്റെ നഗ്നത നിങ്ങൾ ആർത്തിയോടുകൂടി നോക്കി രസിച്ചു. മറ്റുള്ള മുനിമാരും ദേവന്മാരും ഒന്നും ഇത് ശ്രദ്ധിക്കാതെ സംസാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു, നോക്കിയതേയില്ല. പക്ഷേ അങ്ങ് ആർത്തിയോടുകൂടി എൻ്റെ നഗ്ന സൗന്ദര്യം നോക്കി രസിച്ചു. അതുകൊണ്ട് അപ്പോൾ അത് കണ്ട ബ്രഹ്മാവ് അങ്ങയെ ശപിച്ചു. നിനക്ക് ഇനിയും ജീവിതത്തിൽ ആസക്തി കുറഞ്ഞിട്ടില്ല, അതുകൊണ്ടേ കുറേ കാലം നീ അവളൊത്ത് ഭൂമിയിൽ ജീവിക്കാൻ ഇടയാവട്ടെ എന്ന് ശപിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ശന്തനു ആയിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അങ്ങയുടെ അഭിലാഷപൂർത്തിക്ക് വേണ്ടിയായി ഞാനും ഒരു മനുഷ്യ സ്ത്രീയായി ശാപഗ്രസ്തയായ അങ്ങയുടെ അഭിലാഷം നിറവേറ്റാൻ വേണ്ടി ഞാനും മനുഷ്യ സ്ത്രീയായിട്ട് വന്നു. അപ്പോൾ ശാപഗ്രസ്തരായ അഷ്ടവസുക്കളാണ് നമ്മുടെ പുത്രന്മാരായി പിറന്നത്. അഷ്ടവസുക്കൾ 8 പേരുണ്ട്, വസുക്കൾ. ആ വസുക്കൾ ഒരു അക്രമം കാണിച്ചു. അപ്പോൾ അവർക്ക് ശാപം കിട്ടി. അങ്ങനെയാണ് അവർ ഈ ശന്തനുവിൻ്റെ മക്കളായിട്ട് പിറക്കാൻ കാരണം. 7 പേരും ജനനത്തോടെ ഗംഗയിലെറിഞ്ഞപ്പോൾ ശാപമോക്ഷം കിട്ടി അവർക്ക്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ കുട്ടിയുണ്ടല്ലോ, അതി തേജസ്സുള്ള ഈ കുട്ടിയുണ്ടല്ലോ, അത് ദ്യു എന്ന വസുവായിരുന്നു അത്രേ. അപ്പോൾ ഇവന് ഈ ജനനത്തോടെ ശാപം തീരണില്ല. മറ്റേ 7 പേരുടെയും ശാപമോക്ഷമായി, ഇവന് ശാപമോക്ഷം കിട്ടാനാവണേ ഉള്ളൂ. അവൻ ഒരുപാട് കാലം ഭൂമിയിൽ ജീവിക്കും. അതുകൊണ്ട് ഇതുവരെ അതുകൊണ്ടാണ് അങ്ങ് ഇത്രയും കാലം ഈ 7 കുട്ടികളെ എറിഞ്ഞ് കളയുമ്പോഴും അങ്ങയ്ക്ക് മിണ്ടാൻ തോന്നാതിരുന്നത്. അവർക്ക് ശാപമോക്ഷം കിട്ടും, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇവന് ശാപമോക്ഷം കിട്ടാൻ വഴിയില്ല, അതുകൊണ്ടാണ് അങ്ങ് എന്നെ എതിർത്തത് എന്ന് പറഞ്ഞു. ഇവൻ ഒരുപാട് കാലം അങ്ങയുടെ കൂടെ കഴിയും, പിന്നെ ശാപമോക്ഷം കിട്ടി സ്വർഗത്തിലേക്ക് വരും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ അഷ്ടവസുക്കൾക്ക് എങ്ങനെ ശാപം കിട്ടി എന്ന് രാജാവ് ചോദിച്ചു. അപ്പോൾ ആ കഥയും പറഞ്ഞു. ഗംഗാദേവിയാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ഞാൻ ഇടയിൽ പറയാൻ മറന്നു. ഗംഗാദേവിയാണ് ഈ ശന്തനുവിനെ വിവാഹം കഴിച്ചത് അല്ലേ, അതെല്ലാവർക്കും അറിയാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ അത് പറയാൻ വിട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഗംഗാദേവി ആ കഥയും പറഞ്ഞു, അഷ്ടവസുക്കളുടെ കഥ. ഒരിക്കൽ ഈ വിനോദത്തിന് വേണ്ടി ഒരു
വിനോദയാത്ര പോലെ ഭാര്യമാരോടൊപ്പം ഈ അഷ്ടവസുക്കൾ മഹാമേരു പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള വസിഷ്ഠാശ്രമത്തിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തി. അപ്പോൾ അവിടെ കാമധേനു നിൽക്കണ കണ്ടു. അപ്പോൾ ഈ ദ്യൂ എന്ന് പറയുന്ന വസു ഉണ്ടല്ലോ, അയാൾ അവൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ പശുവിൻ്റെ പാല് അമൃത് പോലെയാണ്, അത് കുടിച്ചാൽ പിന്നെ അവന് മരണമില്ല എന്ന് പറഞ്ഞു ആ ഭാര്യയോട്. അപ്പോൾ ആ ഭാര്യയ്ക്ക്, ദ്യുവിൻ്റെ ഭാര്യയ്ക്ക് മോഹായി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പശുവിനെ പിടിച്ചുകൊണ്ട് പോവാം എന്നൊരു മോഹം. വസിഷ്ഠൻ്റെ പശുവാണ് കാമധേനു. ആ ദ്യുവിൻ്റെ ഭാര്യയ്ക്ക് ഒരു സഖിയുണ്ട്. അവൾ ഉശീന മഹാരാജാവിൻ്റെ പട്ടമഹിഷിയാണ്. ഈ പശുവിൻ്റെ പാല് അവൾക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കൊരു മോഹം എന്ന് പറഞ്ഞു ഭാര്യ. അപ്പോൾ ഭാര്യയുടെ ഇഷ്ടം നടക്കണം, ഭാര്യമാരെ അങ്ങനെ സന്തോഷിപ്പിക്കുക. അപ്പോൾ അതിനു വേണ്ടി കാമധേനുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കി. അപ്പോഴേക്കും വസിഷ്ഠൻ എത്തി. അപ്പോൾ അഷ്ടവസുക്കളെ കണ്ടിട്ട് വസിഷ്ഠൻ അത്ഭുതമായി. വസിഷ്ഠന് നിങ്ങൾ ഈ മനുഷ്യരെ പോലെ അനീതി കാട്ടാൻ തുടങ്ങുകയാണോ എന്ന് ചോദിച്ചിട്ട് ശപിച്ചു. നിങ്ങളെ ശരിക്കും മനുഷ്യരായി ഭൂമിയിൽ ജനിക്കട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. അപ്പോൾ ഒരാളെ ചെയ്തിട്ടുള്ളൂ, 8 പേര് ഒന്നും ചെയ്തിട്ടില്ല, കൂടെ ഉള്ളവരല്ലേ. അപ്പോൾ ഈ ഒരാൾ ചെയ്ത ദുഷ്പ്രവൃത്തിക്ക് എല്ലാവർക്കും അതിൻ്റെ ഫലം കിട്ടി എന്നാണ് പറഞ്ഞത്. അവർ മഹർഷിയോട് പറഞ്ഞു, ഞങ്ങൾ നിരപരാധികളാണ്, ദ്യൂ മാത്രമാണ് കുറ്റം ചെയ്തത്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം മഹർഷി പറഞ്ഞു, ശാപമോക്ഷം കൊടുത്തു, നിങ്ങൾ 7 പേരും ജനിച്ച ഉടനെ പൂർവ്വസ്ഥിതിയിലാവും, ദ്യൂ മാത്രം മനുഷ്യനായി ഒരുപാട് കാലം ജീവിക്കും ഭൂമിയിൽ എന്ന് പറഞ്ഞു. ഗംഗാദേവി വസുക്കൾ ഈ ഗംഗാദേവിയുടെ അടുത്ത് ചെന്ന് അപേക്ഷിച്ചു അത്രേ ഒരു കാര്യം. അതനുസരിച്ചിട്ടാണ് ഞാൻ അങ്ങയുടെ ഭാര്യയായതും അവരെ പ്രസവിച്ചതും അവരെ അപ്പോൾ തന്നെ ഗംഗയിലേക്ക് ഇറങ്ങി ശാപമോക്ഷം നൽകിയതും ഒക്കെ ഈ വസുക്കൾ വന്ന് അപേക്ഷിച്ചത് കൊണ്ടാണ്. ഞങ്ങൾക്ക് ശാപമോക്ഷം തരണം എന്ന് ഗംഗാദേവിയോട് പോയി പ്രാർത്ഥിച്ചു. അതിനനുസരിച്ച് ഗംഗാദേവി അവരെയൊക്കെ പ്രസവിച്ച ഉടനെ ഗംഗയിലേക്ക് ഇറങ്ങി, അവർക്ക് ശാപമോക്ഷം കിട്ടി. പക്ഷേ ഈ പുത്രനുണ്ടല്ലോ, അവന് ശാപമോക്ഷം കിട്ടാൻ ഒരുപാട് കാലം ഭൂമിയിൽ ജീവിക്കേണ്ടി വരും. ഈ പുത്രനുണ്ടല്ലോ, അഗ്നിയെപ്പോലെ തേജസ്സുള്ളവനും അതുപോലെ ബ്രഹ്മചാരികളിൽ ശ്രേഷ്ഠനും അജയ്യനും അത്ഭുത പരാക്രമശാലിയും ഒക്കെ ആയിരിക്കും, അങ്ങനെ വലിയ ഗംഭീരനായിട്ട് വളരും എന്ന് പറഞ്ഞു. അഷ്ടവസുക്കളിൽ ദ്യുവിൻ്റെ ഇതിപ്പം ഭീഷ്മരായിട്ടാണല്ലോ ജനിച്ചത്. ഭീഷ്മരെന്ന് പിന്നീടാണ് പേര് വരുന്നത്. അപ്പോൾ ഈ ദ്യുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീര്യവും അതുപോലെ മറ്റ് 7 പേരുടെ അംഗവീര്യവും ഇവന് കിട്ടും, അവരുടെ ആ വീര്യവും ഇവന് കിട്ടും എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇവനെ കൊണ്ടുപോവാണ്, ഇവൻ്റെ കൗമാരം കഴിയുന്ന സമയത്ത് ഞാനിവിടെ വന്ന് അങ്ങേക്ക് ഇവനെ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഗംഗാദേവി പുത്രനെ കൊണ്ടുപോയി അപ്രത്യക്ഷയായി. ഗംഗ എന്ത് ചെയ്തു? സ്വർഗലോകത്ത് ചെന്നിട്ട് പുത്രനെ സകല വിദ്യകളും പഠിപ്പിച്ചു. എന്തൊക്കെ വിദ്യ പഠിക്കണം? ഈ രാജകുമാരന്മാർ അത് മുഴുവനും പഠിപ്പിച്ചു. അവന് അങ്ങനെ അജയ്യമായ ശക്തിയും ഒക്കെ അനുഗ്രഹങ്ങളും ഒക്കെ നൽകി. അങ്ങനെ ഒരിക്കൽ ശന്തനു മഹാരാജാവ് ഗംഗാതടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ വീണ്ടും ഗംഗ പോയി കഴിഞ്ഞ് ഏകാഗിയായി ഗംഗാതടത്തിൽ അങ്ങനെ നിൽക്കണ സമയത്ത് ഒരു ബാലൻ അസ്ത്രങ്ങൾ കൊണ്ട് ഈ ഗംഗാപ്രവാഹം തടഞ്ഞിങ്ങനെ നിർത്തിയിരിക്കണം. അത്യത്ഭുതമായി, ആശ്ചര്യമായി മഹാരാജാവിന്. അസ്ത്രം എഴുതിട്ട് ഗംഗയുടെ പ്രവാഹം എങ്ങനെയാണെന്ന് അറിയില്ലേ. അപ്പോൾ ആ ഒരു പ്രവാഹം ഈ അസ്ത്രം ഇത് തടുക്കണമെങ്കിൽ ഇവൻ ചില്ലറക്കാരനല്ലല്ലോ എന്ന് വിചാരിച്ച് അമ്പരന്നങ്ങനെ നിന്നു. അപ്പോൾ ഈ ഗംഗാദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു.
ഇങ്ങനെ പറഞ്ഞിട്ട് മഹാരാജാവേ, ഇത് നമ്മുടെ മകനാണ്, അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രനാണ്, സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ മകനെ അങ്ങോട്ട് ഏൽപ്പിച്ചു ശന്തനുവിന്. ഇവൻ കീർത്തിമാനും ദീർഘായുഷ്മാനും ഒക്കെ ആയിട്ടിരിക്കും. മഹാരാജാവിനെ വന്ദിച്ച് മകനെ ആശീർവദിച്ചിട്ട് ഗംഗ പോയി. മകനെ തിരിച്ചു കൊടുത്തു. സർവ്വ വിദ്യകളും പഠിപ്പിച്ചിട്ട് മകനെ ഗംഗ അച്ഛന് തിരിച്ചു കൊടുത്തു. അങ്ങനെ ശന്തനു മഹാരാജാവ് സന്തോഷമായിട്ട് പുത്രൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പോയി. ഗംഗ സംഭാവന ചെയ്തതായതുകൊണ്ട് ആ മകന് ഗംഗാദത്തൻ എന്ന അദ്ദേഹം പേരും കൊടുത്തു. ആ ഗംഗാദത്തനാണ് പിന്നീട് ഭീഷ്മരായി വളർന്നത്, ഭീഷ്മരായി മാറിയത്. പിന്നീട് ഗംഗാദത്തൻ എന്നുള്ള പേരെല്ലാവരും മറന്നു. ആ ഭീഷ്മരാവാനുള്ള ആ കാരണവും കഥയും ഒക്കെ നമുക്ക് അടുത്ത തവണ കേൾക്കാം. ഇപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.